ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സ്നേഹ ജോഷി. അപ്പം രാവിലെ തന്നെ, അതായത് ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ, ഞങ്ങളൊന്ന് വയനാട് വരെ പോയി വരാം. അതായത് ഹസ്ബൻഡിൻ്റെ കൂടെ ഞാനും മോനും അത്രയേ ഉള്ളൂ. അപ്പോൾ കുറച്ച് വർക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വരാൻ നേരത്തെ ഒരു പാർക്ക് കയറി കേട്ടോ. ഏതായാലും ഈവനിങ് കൊണ്ട് പോവല്ലേ, അവൻ എന്തെങ്കിലും ഒരു എൻജോയ്മെൻ്റ് ആയിക്കോട്ടെ വെച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് ഗൂഗിളൊക്കെ നോക്കിയിട്ടാണ് ഈ ഒരു ഐലൻഡ് പാർക്ക് കണ്ടെത്തിയത്. പുതുപ്പാടിയിലാട്ടോ, പറയാതിരിക്കാൻ വയ്യ, സൂപ്പറായിരുന്നു. എൻട്രി ടിക്കറ്റ് ഉണ്ട് കേട്ടോ, 50 രൂപയാണ് പെർ പേഴ്സൺ. അപ്പം മെയിനായിട്ട് കുട്ടികൾക്കാട്ടോ. അപ്പം ഞങ്ങളും അതിനുള്ളിൽ കയറി കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിരുന്നു. നല്ല ആംബിയൻസൊക്കെ ആയിട്ട് കുറേ ആക്ടിവിറ്റീസോ അങ്ങനെ കുറേ കാണാനുണ്ട് കേട്ടോ. ചുറ്റും നമുക്ക് നടന്ന് കാണാൻ ഒരു 4-4.5 ഏക്കർ ചുറ്റി കാണാനായിട്ട് ഒരുപാട് കാഴ്ചകളുണ്ട്. ഞങ്ങൾ മാക്സിമം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല ക്ലൈമറ്റും ആയിരുന്നു കേട്ടോ, ഓവർ വെയിലുമില്ല പിന്നെ മഴയൊന്നുമില്ല, അങ്ങനത്തെ ഒരു ക്ലൈമറ്റൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അവനെ എല്ലാത്തിലും ഞങ്ങൾ കയറ്റി. പിന്നെ അവിടെ നിന്ന് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി, ചൂടൊക്കെ അല്ലേ, അപ്പോൾ ഒക്കെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് ചുറ്റി കഴിഞ്ഞ് ഇങ്ങനെ കാണുന്നുണ്ട്. നടന്ന് കാണാനായിട്ട് ഒരുപാട് കാഴ്ചകളുണ്ട്. നല്ലൊരു മുളയോണ്ടൊക്കെ വെച്ചിട്ട് ഇലകളും പൂക്കളൊക്കെ ആയിട്ട് ചുറ്റി കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു സ്ഥലം അത് എടുത്തു പറയേണ്ടതാണ്. നമുക്ക് ഇങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിൽ മക്കളെയൊക്കെ കൊണ്ടിരുന്നിട്ടും വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ നല്ല അടിപൊളി സ്ഥലമാണ്. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റൊക്കെ ആയിട്ട് ഒത്തിരി ഇഷ്ടമായി. കുറേ നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. ചുറ്റും നല്ല തണുപ്പൊക്കെ ആയിരുന്നു കേട്ടോ. ഒരു വയൽവെക്ക് പോലത്തെ ഒക്കെ തോന്നും നമുക്ക്. ചുറ്റും നല്ല കാട് പോലെയൊക്കെ ആയിട്ട്. മൃഗങ്ങൾ അങ്ങനെയൊന്നുമില്ല, ഒരുപാടൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഈ കൂടെ ഒക്കെ അങ്ങനെ ചുറ്റി ഇറങ്ങി നടക്കുന്നുണ്ട്. ചുറ്റും കാണണമല്ലോ, ആദ്യമായിട്ട് വരികയാണല്ലോ, അപ്പോൾ എന്തൊക്കെയാണുള്ളതെന്നൊക്കെ അറിയാൻ വേണ്ടി ഞങ്ങൾ ഈ കൂടെ ഒക്കെ നടക്കുന്നുണ്ട്. ഒരുപാട് ആളൊന്നുമില്ലായിരുന്നു കേട്ടോ. പിന്നെ അവനും എല്ലാത്തിലൊക്കെ കയറ്റി ഞങ്ങളും കയറിയതാ. അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ ഈ ഒരു കുതിരവണ്ടി പോലത്തെ കയറുന്ന അവനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ കുറേ നോക്കി. പക്ഷേ ആശാൻ്റെ പേടി, ഒറ്റയ്ക്ക് ഇരിക്കാം. പിന്നെ അവനെ മാറ്റിയിട്ട് ഞാനും അതിൻ്റെ മുകളിലൊക്കെ കുറേ കുത്തിരുന്നു കേട്ടോ. പിന്നെ അവിടെ തന്നെ നമുക്ക് ബോട്ട്, അതായത് ചെറിയൊരു ലേക്ക്, അതിലിങ്ങനെ പോകാനുള്ള ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ഞങ്ങൾ അതിലൊന്നും പിന്നെ കയറാൻ നിന്നില്ല. പിന്നെ ഈ മൃഗങ്ങൾ എന്ന് പറയാൻ 2 പേരേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് എടുത്തു. പിന്നെ ഈ ഒരു ആക്ടിവിറ്റി അവന് വല്ലാണ്ട് ഇഷ്ടമായി. പിന്നെ അധികം ഏജ് ആവാത്തതുകൊണ്ട് ഏട്ടങ്ങനെ വല്ലാണ്ട് അതിൽ കയറാൻ നിന്നില്ല കേട്ടോ. അവന് 2 വയസ്സാകുന്നതല്ലേ. പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ ചുറ്റി കണ്ടു. പിന്നെ ഈ സ്വിമ്മിംഗ് പൂളിൽ നമ്മൾ എക്സ്ട്രാ ചാർജ് ആട്ടോ, അതായത് 100 രൂപ അങ്ങനത്തെ ഒന്ന് കൊടുത്താലേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ആദ്യമായിട്ട് പോവുകയായതുകൊണ്ട് ഇങ്ങനെയൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഡ്രസ്സ് എടുക്കാത്തതുകൊണ്ട് അതിലൊന്നും കയറാൻ നിന്നില്ല. നല്ലൊരു ആംബിയൻസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അയക്കൂടെയൊക്കെ പുതുപ്പാടി ആരെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇവിടേക്ക് ഒന്ന് വിസിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഞങ്ങളിതാ തിരിച്ച് വരാൻ നേരത്തെ അവരുടെ നിന്ന് കോൺടാക്ട് നമ്പറൊക്കെ വാങ്ങിയിട്ടുണ്ട്. മിനി റിസോർട്ടൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇതാണ് ഞങ്ങൾ പോയ സ്ഥലം. അപ്പോൾ സ്റ്റേ ട്യൂൺ.